ഹലോ എവ്രി വൺ. നമ്മൾ BPAG 174 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കി. ദെൻ സെക്കൻഡ് യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഫ്ത്ത് യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. ദെൻ ഇന്ന് സിക്സ്ത് യൂണിറ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിലും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? നമ്മുടെ ആവശ്യങ്ങളും വരാനുള്ള തലമുറയുടെ ആവശ്യങ്ങളും ഒരുപോലെ പരിഗണിച്ച് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഏറ്റവും വലിയ ചാലഞ്ച് എന്നായിരുന്നു ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതായിരുന്നു. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാൻ നമുക്ക് വേണ്ട സംഭവം എന്താണ്? ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കോർപ്പറേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കൺവെൻഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അപ്പം അതിനെ പ്രതിരോധിക്കാം, ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാം എന്തൊക്കെ നടപടികൾ ഓരോ രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായി, ഉടമ്പടികൾ, റിയോ സബ്മിറ്റ്, എർത്ത് സബ്മിറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരുടെ സബ്മിറ്റും ട്രീറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ ത്രൂ ഔട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് നീഡ് ഫോർ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ. എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഇൻഡസ്ട്രിയലൈസേഷൻ ആയിക്കോട്ടെ, എക്കണോമിക് തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഗ്രോത്തിനും നമുക്ക് എന്തുണ്ടാവും, എൻവയോൺമെൻറ്റൽ തരമായിട്ടുള്ള ഡാമേജ് ഉണ്ടാവും. അപ്പം അത് ഗ്ലോബൽ കോമൺസിന് എങ്ങനെയായാലും ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്ത് അത് ബാധിക്കും. അപ്പം നമുക്ക് ഒരു ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ആവശ്യമാണ്. കാരണം എന്താണ്, ഈ ഗ്ലോബൽ കോമൺസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം മാത്രം മുൻകരുതൽ എടുത്തിട്ട് അത് വല്ലതും നടക്കുമോ? ഇല്ല. അപ്പം അതിനെന്ത് വേണം? ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ വേണം. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് മാത്രം കുത്തകയായിട്ട് കൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം അത് എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതിലെല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് മുൻകൈ എടുത്താൽ മാത്രമേ അത് നല്ല രീതിയിലുള്ളൊരു തീരുമാനമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഇന്റർനാഷണൽ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഈസ് ആൻ അഗ്രിമെന്റ് ഓർ ട്രീറ്റി ബിറ്റ്വീൻ ദ കൺട്രീസ് ഓർഗനൈസർ ആൻഡ് അണ്ടർ ദ അംബ്രല ഓഫ് ദ യുണൈറ്റഡ് നാഷൻസിൻ്റെ കീഴിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി, ഒരു ട്രീറ്റി ആയിട്ടാണ് എന്ത് പറയുന്നത്, ഈ ഇന്റർനാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യങ്ങൾ തമ്മിൽ വെക്കുന്ന ഒരു ഉടമ്പടികൾ, ആ ഉടമ്പടികളിലും പല രാജ്യങ്ങളും അതിൽ ജോയിൻ ചെയ്യും. പല രാജ്യങ്ങളും ചിലപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. അപ്പം അതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റർനാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മേജർ ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അപ്പം എന്തൊക്കെ തരത്തിലുള്ള കൺവെൻഷൻസ് ആണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്? ഇതിൽ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് പറയുന്നത്. മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതിൽ പറയുന്ന ഓരോ ഇതും കണ്ട് നിങ്ങൾ പേര് കേട്ട് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പറയുന്നത് UNCED, രണ്ടാമത് പറയുന്നത് WSSD, ദെൻ മൂന്നാമത് പറയുന്നത് UNCSD. ഇതിൻ്റെയൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം പേര് കണ്ട് ആരൊന്നും വിചാരിക്കേണ്ട. ഫസ്റ്റ് പറയുന്നത് UNCED അഥവാ യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റൽ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് 1992 1992 ഫസ്റ്റ് ആയിട്ട് എന്തുണ്ടാകുന്നത്, റിയോ സമ്മിറ്റ് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ്, എന്തിനു വേണ്ടിയിട്ടുള്ള, ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനം നടക്കുന്നത് 1992 റിയോ ഡി ജനീറോയിൽ. അതിനെയാണ് റിയോ സബ്മിറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, UNCED എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ദെൻ രണ്ടാമത് നടന്നതാണ് WSSD അഥവാ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് എപ്പോൾ നടന്നതാണ്? 1992 ശേഷം 10 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. അപ്പം ഈ സമ്മിറ്റുകളൊക്കെ 10 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത് ആലോചിക്കാം. 2002 ശേഷം പിന്നീട് വീണ്ടും 2012 നടക്കുന്നത്. അപ്പം ഈ ഒരു 3 ഡേറ്റുകൾ ആലോചിക്കുക. ഈ 3 സമ്മിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം രണ്ടാമത്തെ സമ്മിറ്റ് എന്നായിരുന്നു? 2002 അത് അറിയപ്പെടുന്നത്, അത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. റിയോ +10 അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ് 2002 എന്നുള്ള രീതിയിലാണ് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ UNCSD അതാണ് മൂന്നാമത്തെ സബ്മിറ്റ്, യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 2012. അതും റിയോ ഡി ജനീറോയിൽ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായത്. അതിനെന്ത് അറിയുന്നു, റിയോ +20. ആദ്യം റിയോ, പിന്നെ റിയോ +10, ദെൻ റിയോ +20. അപ്പം ഇത് എന്താണ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ ഫ്യൂച്ചർ സ്ട്രാറ്റജീസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പം ഈ ഒരു മൂന്നെണ്ണമായിരുന്നു. 1992 ഒന്ന് നടന്നു, 2002 നടന്നു, 2012 മറ്റൊന്ന് നടന്നു. അപ്പം ഈ 3 ട്രീറ്റീസ് അല്ലെങ്കിൽ കൺവെൻഷൻസ് ആണ് നമുക്ക് പഠിക്കാൻ. നമ്മുടെ ടെക്സ്റ്റിൽ അടുത്ത ടോപ്പിക് വരുന്നത് ജേർണി ഓഫ് 2 decades പ്രയർ ടു ദ എർത്ത് സമ്മിറ്റ്. അപ്പം ഈ ഒരു തീരുമാനം തുടങ്ങുന്നത് 1922 ഒരു കാലഘട്ടത്തിലാണ്. അതുമുതൽ 1992 നമ്മുടെ ഫസ്റ്റ് സബ്മിറ്റ് നടക്കുന്നത്. അപ്പം അതുവരെയുള്ള ഈ 2 എന്താണ് ദശാബ്ദങ്ങൾ എന്ന് പറയില്ലേ. അപ്പം അത് എങ്ങനെയാണ് ഈ ഒരു എർത്ത് സമ്മിറ്റിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു വിവരണമാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ പറയുന്നത് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 ഇദ്ദേഹം എന്താണ്, ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു കോൺഫറൻസ്, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള, എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺഫറൻസ് നടത്തണം. അഥവാ യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം എന്നുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ് അദ്ദേഹം. അതിലൂടെയാണ് ഫസ്റ്റ് ആയിട്ട് ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസിലേക്ക് ആദ്യത്തെ കാൽച്ചുവട് വെക്കുന്നത്. രണ്ടാമത്
ദെൻ പിന്നീട് എന്താണ് ഒരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തിലൂടെ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടൊരു ഗ്രോത്ത് മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരുപാട് പൊല്യൂഷൻസ്, ആസിഡ് റെയിൻ, ഡീഫോറസ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും ചെറിയ രീതിയിൽ എന്താണ് ആൾക്കാരെ ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നീട് എന്താണ് ഫോർമേഷൻ ഓഫ് ദ ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ അതിനെ നിയോഗിച്ചു. ബ്രൂട്ട്ലാൻഡ് കമ്മീഷനെ നിയോഗിച്ചതാണ് 1983 1983 ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ നിയോഗിച്ചു കേട്ടോ. അതെന്തിനാണ്, ഇതൊരു വേൾഡ് കമ്മീഷനാണ് എൻവയോൺമെൻറ്റൽ ബേസ് ചെയ്തിട്ട് എന്താണ് ഡെവലപ്മെൻറ്റിൻ്റെ പേർപ്പസും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഒരു പ്രോബ്ലംസ് അത് തമ്മിൽ എത്രത്തോളം ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനും അതുപോലെ അതിന് എന്തെങ്കിലും എൻവയോൺമെൻറ്റിൻ്റെ തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണേ അതിന് സൊല്യൂഷൻസ് കണ്ടെത്താനും അതിന് നല്ലൊരു നല്ല മാർഗം അതിൻ്റെ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്തിനുള്ള മാർഗം സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ നിയോഗിച്ചു. ദെൻ പിന്നീടാണ് 1987 അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അഥവാ 1983 തുടങ്ങിയ കമ്മീഷൻ 1987 സബ്മിറ്റ് ചെയ്യാണ്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ്, ഇതൊക്കെ പോപ്പുലറൈസ് ചെയ്യുന്നത് ഈ ഒരു സബ്മിറ്റിലൂടെയാണ്. അഥവാ എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും എൻവയോൺമെൻറ്റും ആയിട്ട് ലിങ്ക് ചെയ്തു. ഇതിൽ ഒരുപാട് ലോങ് ടേം ആയിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ അദ്ദേഹം പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജീസൊക്കെ അതിലൂടെ ആ ഒരു കമ്മീഷനിലൂടെ സജസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ദെൻ അഞ്ചാമതായിട്ട് പിന്നീടാണ് എവിടേക്ക് എത്തുന്നത്, റോഡ് ടു ദ റിയോ സബ്മിറ്റ് 1992 നടന്ന ആദ്യത്തെ ആ ഒരു സബ്മിറ്റിലേക്ക് ഇത് എത്തുന്നത്. അഥവാ ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ വഴിയാണ് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോൺഫറൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരാണ് റെക്കമെൻഡ് ചെയ്തത് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ തടയാനുള്ള ഒരു പ്രിവെൻഷൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ നമുക്കിനി ഓരോ സമ്മിറ്റിനെ കുറിച്ചിട്ടും പഠിക്കണം. ഫസ്റ്റ് തന്നെ എർത്ത് സമ്മിറ്റ് 1992 ഇതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അപ്പം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു സമ്മിറ്റിൻ്റെ കീഴിൽ തന്നെ പല അജണ്ടകളും പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് എർത്ത് സമ്മിറ്റിൻ്റെ കീഴിൽ തന്നെ. അപ്പം അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പം ഫസ്റ്റ് തന്നെ നോക്കാനുള്ളത് എർത്ത് സമ്മിറ്റ് 1992 ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എർത്ത് സബ്മിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഇത് ഫോക്കസ് ചെയ്തിരുന്നത് എന്തിനായിരുന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സബ്മിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഇതെവിടെയാണ്, റിയോ ഡി ജനീറോയിലായിരുന്നു ഇത് ഫസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബ്രസീലിലുള്ള ഒരു നഗരമാണിത്. അപ്പം അതുകൊണ്ട് തന്നെ റിയോ ഡിക്ലറേഷൻ എന്നും റിയോ സബ്മിറ്റ് എന്നും ഉള്ള പേരിലൊക്കെ ഈ സബ്മിറ്റ് അറിയപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ സബ്മിറ്റ് ആയിട്ടുള്ള എർത്ത് സബ്മിറ്റ് 1992 കീഴിൽ തന്നെ അഞ്ചോളം പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് റിയോ ഡിക്ലറേഷൻ. ഇതെന്ന് പറയുമ്പോൾ മേജർ ഔട്ട്കംസ് ഓഫ് ദ ഫസ്റ്റ് സബ്മിറ്റ് എന്നുള്ളതാണ് ഇതിൽ വരുന്നത് കേട്ടോ. മേജർ എന്തൊക്കെ ഈ ആ സബ്മിറ്റ് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 5 തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഒന്ന് റിയോ ഡിക്ലറേഷൻ എന്നുള്ളത്, രണ്ടാമത്തേത് അജണ്ട 21 എന്നുള്ളത്, ദെൻ മൂന്നാമത്തേതായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾ, ദെൻ നാലാമതായിട്ട് പറയുന്നതാണ് UNFCCC, ദെൻ അഞ്ചാമതായിട്ട് കൺവെൻഷൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത്. അപ്പം ഈ 5 കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് റിയോ ഡിക്ലറേഷൻ. എന്താണ് റിയോ ഡിക്ലറേഷൻ എന്നുള്ളതാണ്. അപ്പം ഇത് എന്താണ്, റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെൻറ്റൽ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഇതിലാണ് ഈ റിയോ ഡിക്ലറേഷൻ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ. എന്തിനു ബേസിട്ടുള്ള എൻവയോൺമെൻറ്റും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ ആയിരുന്നു ഈ റിയോ ഡിക്ലറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് ദ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് നേച്ചർ, മനുഷ്യന്മാരും പ്രകൃതിയും എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രിതരാണെന്നുള്ളത് തിരിച്ചറിവാണ് ഈ ഒരു റിയോ ഡിക്ലറേഷനിലൂടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ 27ഓളം വരുന്ന പ്രിൻസിപ്പിൾസും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിയോ ഡിക്ലറേഷനിലൂടെ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആണ് ഇതിൽ 27ഓളം പ്രിൻസിപ്പിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിക്ലറേഷൻ കൂടിയായിരുന്നു ഈ റിയോ ഡിക്ലറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ്. അതുപോലെ തന്നെ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷനും കൺസംഷനും എല്ലാം ഓരോ സ്റ്റേറ്റുകളും തന്നെ റെഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കൂടുതൽ പ്രയോറിറ്റി ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് നൽകണം എന്നുള്ളതും അവരുടെ തത്വത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള പ്രൊജക്റ്റ് അത് എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള അസസ്മെൻറ്റ് തീർച്ചയായിട്ടും നമ്മൾ നടത്തണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ വിമൻസ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്. അപ്പം അതിൽ വിമൻസിൻ്റെ റോള് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡിജീനിയസ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓരോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലും അവിടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകളെയും ലോക്കൽ കമ്മ്യൂണിറ്റിയെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതും അവരുടെ തത്വത്തിൽ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യം. അങ്ങനത്തെ 27ഓളം പ്രിൻസിപ്പിൾസ് അവർ ഇറക്കിയിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ, ഈ റിയോ ഡിക്ലറേഷൻ്റെ പേരിൽ. ദെൻ അതിൽ പെട്ട അടുത്ത പദ്ധതിയാണ് അജണ്ട 21 എന്ന് പറയുന്നത്. ഈ അജണ്ട 21 എന്ന് പറയുന്നത് ഒരു ആക്ഷൻ പ്ലാൻസ് ആണ് കേട്ടോ.
ആക്ച്വലി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് യുണൈറ്റഡ് നാഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് ആണ്. അഥവാ ഒരു ബന്ധനങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത പ്ലാൻസ് ആണ് അജണ്ട 21 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ലോക്കൽ ലെവൽ മുതൽ നാഷണൽ ലെവൽ, ഗ്ലോബൽ ലെവൽ വരെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ഇതിൽ പറയുന്നത്. അഥവാ താഴെ തട്ടിൽ നിന്ന് തുടങ്ങുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഈ രീതിയാണ് ഇതിന് ഉണ്ടാവേണ്ടത്. അഥവാ താഴെ കിടയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള വികസനം തന്നെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ഇതിൽ 4 സെക്ഷൻസ് പറയുന്നുണ്ട്. ഈ അജണ്ട 21-നെ 4 ഡയമെൻഷൻസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെ തലത്തിലാണ്, ഏതൊക്കെ രീതിയിലാണ് എന്ത് വരേണ്ടത്, ആക്ഷൻ പ്ലാൻസ് വരേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ 1-ൽ സോഷ്യോ ആൻഡ് എക്കണോമിക് ഡയമെൻഷൻസിലാണ് പറയുന്നത്. അപ്പം സോഷ്യോ ആൻഡ് എക്കണോമിക് ഡയമെൻഷൻസ് ആണ് ഒന്നാമത്തെ സെക്ഷനിൽ പറയുന്നത്. ഈ അജണ്ട 21 4 സെക്ഷനാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സെക്ഷനിൽ പറയുന്നത് സോഷ്യോ ആൻഡ് എക്കണോമിക് ഡയമെൻഷൻസിൽ. ഇപ്പോൾ സോഷ്യലി നമ്മൾ ഇതൊക്കെ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള സോഷ്യലി വരുന്ന ഡയമെൻഷനിൽ എന്തൊക്കെ വരും, എക്കണോമിക് ഡയമെൻഷൻ എന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാലും ഒന്ന് പറയാം, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡയമെൻഷൻസിൽ വരുന്ന ഒന്നാമത്തെ കാര്യം കോമ്പാറ്റിംഗ് പോവേർട്ടി എന്ന് തന്നെയാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. രണ്ടാമത് പറയുന്നത് ചേഞ്ചിങ് കൺസംഷൻ പാറ്റേൺസ്, നമ്മൾ കൺസംഷൻ ചെയ്യുന്ന പാറ്റേൺസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രൊമോട്ടിങ് ഹെൽത്ത്, നമ്മുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക. അതൊക്കെ എന്താണ് സോഷ്യലായിട്ട് വരുന്ന കാര്യങ്ങളാണല്ലേ. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ പോപ്പുലേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ്സ്, നമ്മുടെ സുസ്ഥിരമായിട്ടുള്ള ഈ ജനസംഖ്യ എന്താ പറയുക ലിമിറ്റേഷൻ നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം പോപ്പുലേഷൻ എന്നുള്ളതും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ബാഡായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പോപ്പുലേഷൻ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻസിൽ പറയുന്നത്, സെക്ഷൻ 1-ൽ പറയുന്നത്. ദെൻ സെക്ഷൻ 2-ൽ പറയുന്നത് കൺസർവേഷൻ ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പം എന്തിനൊക്കെ കൺസർവ് ചെയ്യണം, റിസോഴ്സ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പം സെക്കൻഡ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ, നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പാറ്റിംഗ് ഡിഫോറസ്റ്റേഷൻ, വനനശീകരണത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് തുരത്തണം. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ നമ്മൾ ചെയ്യണം, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം. ബയോ ടെക്നോളജി ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം വളരെയധികം നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അതൊക്കെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് ആ രീതിയിലുള്ളൊരു കൺസർവേഷനാണ് ഈ രണ്ടാമത്തെ സെക്ഷനിലൂടെ അജണ്ട 21 മുന്നോട്ട് വെക്കുന്നത്. ദെൻ മൂന്നാമത് വെക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ അജണ്ട 21 ഇതൊക്കെ നിർബന്ധമായിട്ടും വരുന്ന, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ എക്സാമിന് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം എത്ത് സമ്മിറ്റ് 1992 വിവരിക്കാൻ പറയും 20 മാർക്കിന് നിങ്ങൾ എന്തെഴുതും, അപ്പോഴാണ് ഇതൊക്കെ എഴുതേണ്ടത്. എന്താണ്, അതിൽ 5 പദ്ധതികളാണല്ലേ 1992-ൽ 5 മെയിനായിട്ടുള്ള പദ്ധതികൾ നമ്മൾ പഠിച്ചു. അതിൽ ഫസ്റ്റത്തെ റിയോ ഡിക്ലറേഷൻ നമ്മൾ പഠിച്ചു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അജണ്ട 21 അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി 3 കൂടെ, ഇത് മുഴുവനായിട്ടും എഴുതിയാലേ മാത്രമേ നമുക്ക് ആ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഓരോ കാര്യത്തിലും അജണ്ട 21-ൽ എന്ത് പ്രധാനപ്പെട്ടത് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് എന്താണ്, നമുക്കറിയാം 4 സെക്ഷൻസ് അജണ്ട എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, 4 സെക്ഷനായിട്ടത് ഡയമെൻഷൻസിൽ അത് മാറ്റിയിട്ടുണ്ട്. ഒന്ന് സോഷ്യോ എക്കണോമിക് ഡയമെൻഷൻ, ദെൻ കൺസർവേഷൻ ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്, ദെൻ മൂന്നാമത് പറയുന്നത് സ്ട്രെങ്തനിങ് മേജർ ഗ്രൂപ്പ്സ് എന്നുള്ളത്, നാലാമത് പറയുന്നത് മീൻസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സയൻറ്റിഫിക് നോളജ്. ഇപ്പം നമ്മൾ മൂന്നാമത് പറയുന്നത് സ്ട്രെങ്തനിങ് മേജർ ഗ്രൂപ്പ്സ്. ഇപ്പം സ്ട്രെങ്തൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ദുർബലരായിട്ടുള്ള ആളുകളെയാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമുള്ളത്. അപ്പം നമ്മൾ വിമൺ അതുപോലെ തന്നെ ചിൽഡ്രൻ, അവരുടെ റോളൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുക. NGOs, ലോക്കൽ അതോറിറ്റീസ്, ബിസിനസ് ഗ്രൂപ്പ്സ്, ഇൻഡിജിനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, ഫാർമേഴ്സ്, ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, അവരൊക്കെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുക. അതിലൂടെയാണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പം ഓരോ ചെറിയ ആളുകളെയും പോലും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അജണ്ട 21-ൽ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കുക. അപ്പം ആ ഗ്രൂപ്പ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതിന് നാലാമത് പറയുന്നത് മീൻസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഡീറ്റെയിലിംഗ് ഹൗ ടു ഫണ്ട് ദീസ് പ്രൊജക്റ്റ്, ഈ ഇതിനൊക്കെയുള്ള പ്രൊജക്റ്റ് അതെങ്ങനെ ഫുൾഫിൽ ചെയ്യും എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ടെക്നോളജീസ്, ട്രാൻസ്ഫർ ടെക്നോളജീസ് ബിറ്റ്വീൻ ദ നാഷൻസുകളുടെ ഇടയിൽ എന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജീസുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു കോപ്പറേഷനെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് മീൻസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതന്നെയാണ് ഇംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്, മീൻസ് ഓഫ് ഇംപ്ലിമെൻറ്റിൽ പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ആളുകൾക്ക് ബോധവാന്മാരാക്കി കൊടുക്കുക. ഇതാണ് ഈ ഒരു 4 സെക്ഷൻസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ പിന്നീട് മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസാണ്. അത് നമുക്കറിയാം, നമ്മൾ നിത്യജീവിതത്തിൽ ഈ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് എത്രത്തോളം കൺസേർവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ആവശ്യകതയും നമുക്കൊന്നും ആരും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല എന്നും എനിക്കറിയാം. അതെന്താണ്, ഒരു ഫോറസ്റ്റ് കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. അപ്പം അതിൻ്റെ മാനേജ്മെൻറ്റിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. അപ്പം അത് ലോകത്തിലെ എല്ലായിടത്തുള്ള ഫോറസ്റ്റിനും അത് ബാധകമാണ് കേട്ടോ. അത് അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്തുള്ള ഫോറസ്റ്റുകൾക്ക് മാത്രമാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒന്നല്ല. അത് ഫോറസ്റ്റ് കൺസർവേഷനുള്ള
മുഴുവനുള്ള ഈ ലോകത്തിലുള്ള ഫോറസ്റ്റ് എവിടെയൊക്കെ ഉണ്ടോ അതിന് മുഴുവനും അത് ബാധകമാണ് എന്നുള്ളതാണ്. ഇതിൽ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് നമുക്കറിയാം അത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണെങ്കിലും നമ്മുടെ ലൈഫ് ഓൺ എർത്തിലും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാടുകളും മരങ്ങളും ഒന്നില്ലെങ്കിൽ മനുഷ്യന്മാരില്ല. അതവരുടെ ഓക്സിജനാണ് നമ്മളൊക്കെ ശ്വസിക്കുന്നത്. നമ്മൾ പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് അവർ ശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ എത്രത്തോളം നമ്മൾ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അപ്പം അത്രത്തോളം നമുക്ക് ഫോറസ്റ്റുകൾ നമുക്ക് അത്രത്തോളം നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം നമ്മൾക്കും കൂടെയാണ്. അതില്ലാതായി പോയാൽ നശിച്ചു പോകുന്നത് നമ്മൾ തന്നെയാണ്. സോ രണ്ടാമതായിട്ട് പറയുന്നത് പ്രിൻസിപ്പിൾ അപ്ലൈ ടു ഓൾ ഫോറസ്റ്റേഴ്സ് അക്രോസ് ദ വേൾഡ്. ഈ ലോകത്തുള്ള എല്ലാ ഫോറസ്റ്റുകൾക്കും ഈ നിയമം ബാധകമാണ്. അപ്പം അത് എല്ലായിടത്തും അത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഫോറസ്റ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം പൊല്യൂഷൻസ്, അതുപോലെ തന്നെ ഫയേഴ്സ്, കാട്ടുതീകൾ, പലതരത്തിലുള്ള പൊല്യൂഷൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്തിനെ? ഫോറസ്റ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകത നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റൈറ്റ്സ് ആൻഡ് കൾച്ചർ ഓഫ് ദ ഇൻഡിജീനിയസ് ഫോറസ്റ്റ് കമ്മ്യൂണിറ്റീസ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. ഇൻഡിജീനിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഫോറസ്റ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവില്ല. അപ്പം അവരുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സ് ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ഫോറസ്റ്റിൻ്റെ പ്രിൻസിപ്പിളിൽ നമ്മൾ ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം അതാണ് അവിടെ കൂടുതലായിട്ട് പറയും. അപ്പം ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഓഫ് സമ്മിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒന്നുകൂടെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സമ്മിറ്റ് ആണല്ലേ. അപ്പം അത് എത്രത്തോളം അതിൻ്റെ ആവശ്യകത ഉണ്ടെന്നുള്ളത് മനുഷ്യന്മാർക്ക് അറിയിച്ചു കൊടുത്ത സമ്മിറ്റാണ് ഈ ഒരു സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിലൂടെ എന്താണ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കോപ്പറേഷനും അതുപോലെ തന്നെ ഒരുപാട് ഗ്ലോബൽ ട്രീറ്റീസ് ഒക്കെ ഉണ്ടാക്കാനും ആക്ഷൻ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാനും ഈ ഒരു ഫസ്റ്റത്തെ ഈ റിയോ സമ്മിറ്റ് കാരണമായി നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു അവയർനെസ് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടും ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കേണ്ടതിന് ആവശ്യതയെക്കുറിച്ചിട്ടും ഫോറസ്റ്റ് കൺസർവേഷനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അവയർനെസ് ആളുകളിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ളത് തന്നെയാണ് ഈ ഒരു എർത്ത് സമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ UNFCCC അഥവാ യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ട്രീറ്റി ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രീറ്റി ആയിട്ട് ഇൻ്റർ ഗവൺമെൻറ്റൽ ട്രീറ്റി ആയിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ദാറ്റ് ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇപ്പം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് കാരണം തന്നെയാണ് എന്തിന് കാരണമാവുന്നത്? ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവുന്നത്. അപ്പം ഇതൊക്കെ കണ്ടെത്തിയത് ഇതിലൂടെയാണ്. അതുപോലെ തന്നെ എന്ത് കണ്ടെത്തുന്നു? കൂടുതലായിട്ടും ഈ ഇങ്ങനത്തെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് കൂടുതലായിട്ടും ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറന്തള്ളപ്പെടുന്നത് ആരാണ്? ഡെവലപ്ഡ് കൺട്രീസ് ആണല്ലേ. അപ്പം അവർക്കാണ് കൂടുതലായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക. നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ അപേക്ഷിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിന് ലോവർ പെർ ക്യാപിറ്റ എമിഷൻസ് ഉണ്ടാവുള്ളൂ, ബട്ട് നീഡ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വേണം, എന്നാൽ അവർക്ക് ചെറിയ രീതിയിലുള്ള എമിഷൻസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു UNFCCC ആണ് എന്ത് ഒരു പ്രിൻസിപ്പിൾ അഥവാ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണ് അതിനർത്ഥം? കോമൺ ആണ്, എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്, പക്ഷെ എന്താണ് ഡിഫറൻഷിയേറ്റ്ലി റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഡെവലപ്ഡ് കൺട്രീസിനുള്ള ഉത്തരവാദിത്തങ്ങൾ ആർക്കുണ്ടാവില്ല? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനുള്ള. കാരണം അവർക്ക് എമിഷൻസും ഇല്ല, അവർക്ക് ഇങ്ങനെ മലിനീകരണം പഠിക്കാൻ അങ്ങനത്തെ അതിൻ്റെ കാരണങ്ങളൊന്നും അവർക്കില്ല. സോ അവർക്ക് അതിന് അത്രമാത്രമുള്ള റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിനനുസരിച്ച് അവരാണ് ഹിസ്റ്റോറിക്കലി അവരാണ് കൂടുതലായിട്ട് എമിഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പം അവർ തന്നെയാണ് കൂടുതലായിട്ടും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവരാണ് ഏറ്റെടുക്കേണ്ടതെന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായത് ഇതിൻ്റെ കീഴിലാണെന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് UNFCCC ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ സ്റ്റെബിലൈസേഷൻ തന്നെയാണ് ഇതിൽ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള അതിൻ്റെ ഇത് കുറയ്ക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാച്ചുറൽ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനോട് നമ്മുടെ എക്കോസിസ്റ്റത്തിനെ അതുപോലെ അഡോപ്റ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി, സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതൊക്കെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനുള്ളത് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്ഡ് കൺട്രീസിന് എന്താണ് കൂടുതലായിട്ട് ഈ എമിഷൻസ് കുറയ്ക്കേണ്ടി വരും. കാരണം അവരാണ് കൂടുതൽ പുറന്തള്ളപ്പെടുന്നത്. അപ്പം അവരിതിന് മുൻകൈ എടുത്ത് അവർ ഇത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ അവർ സ്വീകരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൾനറബിൾ ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ, തീരെ വികസനമില്ലാത്ത രാജ്യങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്താണ് ഒന്നുകൂടെ കൂടുതലായിട്ട് കൺസിഡറേഷൻ കിട്ടണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഇതിൽ UNFCCയിൽ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇതിൽ പല രാജ്യങ്ങളും പല തരത്തിലുള്ള രാജ്യങ്ങളാണ്. അപ്പം അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് അനെക്സ് 1 കൺട്രീസ്. അനെക്സ് 1 കൺട്രീസ് എന്ന് പറയുമ്പോൾ നല്ല ഹൈ ലെവലായിട്ടുള്ള അഥവാ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് അതുപോലെ തന്നെ ഭയങ്കര അത്രയും ഇതിൽ നിൽക്കുന്ന ആളുകളായിരിക്കും കേട്ടോ ഈ ഒരു ഇതിൽ. അതിന് 43 രാജ്യങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്ലസ് യൂറോപ്യൻ യൂണിയനും കൂടിയിട്ടുള്ള ആ ഒരു വിഭാഗത്തിനാണ് എന്ന് പറയുന്നത് അനെക്സ് 1 പറയുന്നത്, അഥവാ ഒരു ഹൈ ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകളാണ്. പിന്നെ രണ്ടാമത്തെ വിഭാഗമാണ് അനെക്സ് 2 കൺട്രീസ് എന്ന് പറയുന്നത്.
ഡെവലപ്പിംഗ് കൺട്രീസിന് കൂടുതലായിട്ടും എക്കണോമിക്കലായിട്ടും ടെക്നിക്കൽ ആയിട്ടുള്ള പിന്തുണ നൽകുന്ന രാജ്യങ്ങളുള്ള ആ ഒരു കൺട്രീസിനെയാണ് എന്ത് പറയുന്നത് അനെക്സ് ടു കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പം അവരായിരിക്കും വികസനത്തിനും അതുപോലെ തന്നെ സാമ്പത്തിക സഹായത്തിനൊക്കെ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിനെ പോലെയുള്ള രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്ന രാജ്യങ്ങൾ, അതിലുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത് അനെക്സ് ടു കൺട്രീസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് നോൺ അനെക്സ് കൺട്രീസ് എന്നുള്ളത്. അപ്പം ഇത് പറയുന്നത് നമ്മുടെ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെയാണ് നോൺ അനെക്സ് കൺട്രീസ് എന്ന് പറയുന്നത്. ദെൻ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് എക്കണോമിക്കലായിട്ട് വെരി വീക്ക് ആയിട്ടുള്ള കൺട്രീസിനെയാണ് പറയുന്നത്. അപ്പം അവിടെ നമുക്കറിയാം അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഇതിൽ പറയുന്ന വേറെ കാര്യമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ 1997 1997 ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഇത് UNFCCയുടെ കീഴിൽ വന്ന മേജർ ഔട്ട്കം ആയിട്ടാണ് പറയുന്നത്. ഇപ്പം UNFCCയുടെ കീഴിൽ വരുമ്പം എന്ന് പറയുമ്പോൾ UNFCC എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരണം മനസ്സിക്ക് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ വരണം. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഇതെന്താണ് ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പം മെയിനായിട്ട് ഇത് ലക്ഷ്യം വെക്കുന്നത് എന്താ ചോദിച്ചാൽ ഈ ക്യോട്ടോ എന്ന് പറയുന്നത് സ്ഥലം ജപ്പാനിലായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അതിനെ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പേര് വിട്ട് വിളിച്ചത് കേട്ടോ. 1997 ഈ ഒരു പ്രോട്ടോകോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എമിഷൻസ് ഓഫ് ദ 6 ഗ്രീൻ ഹൗസ് ഗ്യാസസ്, നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ പെട്ട 6 തരത്തിലുള്ള വാതകങ്ങളുടെ പുറന്തള്ളൽ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോളിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ മീഥേന്, നൈട്രസ് ഓക്സൈഡ്, ഫ്ലൂറോ കാർബൺസ് തുടങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ വളരെ ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള ഈ വാതകങ്ങളൊക്കെ കുറക്കുക, ഇതിനൊക്കെ പുറന്തള്ളലൊക്കെ വളരെയധികം കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അനെക്സ് 1 കൺട്രീസ് ആയിട്ടുള്ള കൺട്രീസൊക്കെ എന്താണ് അഗ്രി ചെയ്യുക എന്തിനു വേണ്ടിയിട്ടും ഓലെ ഈ എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളത്. അവർ പുറന്തള്ളുന്ന ഈ മെയിനായിട്ടുള്ള ഈ വാതകങ്ങളുടെ അളവ് കുറയ്ക്കുക. എത്രത്തോളം അവർ കുറക്കും എന്ന് പറഞ്ഞാൽ 5% അവർ കുറക്കും. ഏത് കാലത്തുള്ള 1990 മുന്നേ ഉള്ള ആ ഒരു കാലഘട്ടത്തിനെക്കാട്ടിലും 5% അവർ കുറക്കും എന്നുള്ളത് അവർ അഗ്രി ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം അവരങ്ങനെ അഗ്രി ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇത് 2008 2012 ആ ഒരു കാലയളവ് ആകുമ്പോഴേക്കും 1990 മുമ്പുണ്ടായ ഒരു കാലത്തിൽ അതിനേക്കാട്ടിലും 5% അവർ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കുറക്കും എന്നുള്ള രീതിയിലാണത് അഗ്രിമെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിൾ മെക്കാനിസം പറയുന്നുണ്ട്. ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒരു ഫ്ലെക്സിബിൾ മെക്കാനിസം പറയുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് എമിഷൻസ് ട്രേഡിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ഇതിൽ പറയുന്ന എമിഷൻസ് ട്രേഡിംഗ് സിസ്റ്റം ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിന്റെ പോലെയാണ് ഈ എമിഷൻസ്. അഥവാ അനെക്സ് 1 കൺട്രീസിന് ഈ എമിഷൻ ക്രെഡിറ്റ് അഥവാ ഇതിൻ്റെ ഒരു എമിഷൻ ക്രെഡിറ്റ് അവർക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ അടുത്തുനിന്നോ ഒക്കെ ആയിട്ട് അവർക്ക് എന്താണ് അത് വാങ്ങാനും അതുപോലെ തന്നെ ഈ ഒരു എമിഷൻ ക്രെഡിറ്റ് അവർക്ക് വിൽക്കാനും കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എമിഷൻ ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് ആ ഒരു തരത്തിലേക്കാണ് അത് മാറിയെന്നുള്ളതാണ്. ദെൻ രണ്ടാമത് പറയുന്നത് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം അഥവാ ഡെവലപ്പ് കൺട്രീസിന് കൂടുതലായിട്ട് ഈ ഒരു നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊജക്റ്റിലേക്ക് അഥവാ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള പ്രൊജക്റ്റിലേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ആർക്ക് അനെക്സ് 1 കൺട്രീസിൽ അഥവാ ഡെവലപ്ഡ് കൺട്രീസിന് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊജക്റ്റിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദെൻ മൂന്നാമത് പറയുന്നത് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതാണ്. അനെക്സ് 1 കൺട്രീസ് ക്യാൻ അണ്ടർടേക്ക് പ്രൊജക്ട് ഇൻ അതർ അനെക്സ് 1 കൺട്രീസ്. മറ്റുള്ള അനെക്സ് കൺട്രീസിൽ നിന്നും അവർക്ക് നല്ല രീതിയിൽ പ്രൊജക്റ്റുകൾ അണ്ടർടേക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് വെക്കുക. ദെൻ അവസാനമായിട്ട് പറയുന്നത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവസാനം പറയുന്നത് യൂണിറ്റിൻ്റെ അവസാനം അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ ഫസ്റ്റ് എർത്ത് സമ്മിറ്റ് ആയിട്ടുള്ള 1992 നടന്നിട്ടുള്ള 5 പ്രധാനപ്പെട്ട പദ്ധതികളാണ്. അതിൽ അവസാനത്തെ പദ്ധതിയാണ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അഥവാ CBD. അപ്പോൾ പേര് പോലെ തന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ഒരു ട്രീറ്റ് ഈ ഒരു ഉടമ്പടി വരുന്നത്. അപ്പം ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം എത്രത്തോളം നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റ് എത്രത്തോളം മോശമായിട്ട് അതിനെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോസ് ഓഫ് ഒരുപാട് സ്പീഷീസ് നഷ്ടപ്പെട്ടു പോകാനും നമ്മുടെ എക്കോസിസ്റ്റം പോലും നഷ്ടപ്പെട്ടു പോകാനും മനുഷ്യന്റെ പ്രവർത്തികൾ കാരണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത അല്ലെ നമ്മുടെ പ്രസന്റിനും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിനും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കാര്യമായിട്ടും കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അത് തന്നെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു ജൈവ വൈവിധ്യം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അഥവാ ജനറ്റിക് ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ ഒരു ഫെയറി ആയിട്ടുള്ള ഒരു ഷെയറിങ് നമ്മുടെ നാഷൻസിൻ്റെ ഇടയിലുള്ള
ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഷെയറിങ് അഥവാ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഷെയറിംഗ് ആണ് ഇവിടെ പറയുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു CBD എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എന്താണ് ഈ ഒരു CBD കൊണ്ട് ഉണ്ടായ ഒരു ഔട്ട്പുട്ട് എന്ന് ചോദിച്ചാൽ മേജർ ആയിട്ടുള്ള ഔട്ട്പുട്ട് പറയുന്നത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം പറയുന്നത് കാർട്ടഗാന പ്രോട്ടോകോൾ. അതൊരു പ്രോട്ടോകോൾ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ബയോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള 2000 കൊണ്ടുവന്ന ഒരു പ്രോട്ടോകോൾ തന്നെയാണ്. അത് ഈ ഒരു CBDയുടെ അഥവാ അതിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് കാർട്ടഗേന പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റഡ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്ത്, അതുപോലെ തന്നെ സേഫ് ഹാൻഡ്ലിങ് എൻഷുർ ചെയ്യാൻ, അതുപോലത്തെ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കാർട്ടഗേന പ്രോട്ടോകോൾ വരുന്നത്. മെയിനായിട്ട് ബയോഡൈവേഴ്സിറ്റി അതിൻ്റെ ഒരു ബേസിൽ തന്നെയാണ് കേട്ടോ. ദെൻ ഐച്ചി ബയോഡൈവേഴ്സിറ്റി ടാർഗറ്റ്സ്. ഇത് 2011 മുതൽ 2020 വരെയുള്ള ഒരു കാലഘട്ടത്തേക്കുള്ള ഒരു പ്ലാനിങ് ആയിട്ടാണ് ഈ ഐച്ചി ബയോഡൈവേഴ്സിറ്റി ടാർഗറ്റ്സ് വരുന്നത്. അപ്പം നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ലോസ് കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള യൂസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ എക്കോസിസ്റ്റംസും സ്പീഷീസും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോളിസി ആയിട്ടാണ് ഐച്ചി ബയോഡൈവേഴ്സിറ്റി ടാർഗറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ നഗോയ പ്രോട്ടോകോൾ 2014 വന്നിട്ടുള്ളതാണ്. അതെന്തിനാ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എൻഷുർ ജനറേറ്റ് റിസോഴ്സ് ഷെയർ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽക്കിടയിൽ നല്ല സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള അതിൻ്റെ ബെനിഫിറ്റ് ഷെയറിങ് അതിൻ്റെ ഉദ്ദേശത്തിലാണ് ഈ നഗോയ പ്രോട്ടോകോൾ വന്നിട്ടുള്ളത്. അപ്പം ഈ മൂന്ന് ഔട്ട്പുട്ടും നമ്മുടെ CBDയുടെ കീഴിൽ വന്നിട്ടുള്ള ഔട്ട്പുട്ടാണ്. ദെൻ പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് 2 decades ആഫ്റ്റർ ദ എർത്ത് സമ്മിറ്റ് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം 1992 ശേഷം നമ്മളൊരു ഇത് വെച്ചല്ലോ, ഒരു എഗ്രിമെൻറ്റ്, ഒരുപാട് എഗ്രിമെൻറ്റും കാര്യങ്ങളും പോളിസിയും കാര്യങ്ങളൊക്കെ ഒരുപാട് പദ്ധതികളൊക്കെ നടപ്പിലായല്ലോ. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അഗ്രിമെൻ്റ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിലും പക്ഷേ പ്രോബ്ലംസ് അങ്ങോട്ട് കുറഞ്ഞ് വന്നിട്ടില്ല. അപ്പം പ്രോബ്ലംസ് എപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആയാലും ക്ലൈമറ്റ് ചേഞ്ച് ആയാലും എയർ വാട്ടർ പൊല്യൂഷൻസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും അങ്ങോട്ട് കുറയാൻ തക്കത്തിലുള്ളൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2002 വീണ്ടും ഒരു 10 വർഷം അഥവാ ആദ്യത്തെ സബ്മിറ്റ് ശേഷം വീണ്ടും സബ്മിറ്റ് വരുന്നത് അതിൻ്റെ 10 വർഷം കഴിഞ്ഞിട്ട് 2002 അത് ജോനാസ്ബർഗിലായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നത്. 2002 സബ്മിറ്റ് എന്ന് പറയും, ജോനാസ്ബർഗ് സബ്മിറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ Rio+10 സബ്മിറ്റ് എന്നറിയപ്പെടുന്നതും ഈ രണ്ടാമത്തെ സബ്മിറ്റാണ് കേട്ടോ. ആദ്യത്തേത് റിയോ സബ്മിറ്റ് ആണെങ്കിൽ ഇത് Rio+10 സർവീസ് അഥവാ 10 വർഷത്തിന് ശേഷമുള്ള സർവീസ് എന്നുള്ളതാണ് ആ ഒരു സബ്മിറ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിന് മെയിനായിട്ടുള്ള ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പോവർട്ടി ഇറാഡിക്കേഷൻ, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസംഷൻ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ആ ഒരു മേഖലകൾക്കായിരുന്നു കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ റിസോഴ്സസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ദ ബേസിക് നീഡ്സ് ഓഫ് ഹ്യൂമൻസിൻ്റെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതിനൊക്കെ കൂടുതലായിട്ട് പരിഗണന കൊടുത്തിട്ടുള്ള ഒരു സബ്മിറ്റാണ് രണ്ടാമത്തെ സബ്മിറ്റ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ടും പരിഗണന കൊടുത്തു എന്നുള്ളതാണ്. അപ്പം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയാസ് നമുക്ക് പറയുകയാണെങ്കിൽ ക്ലീൻ വാട്ടർ അല്ലെങ്കിൽ ക്ലീൻ സാനിറ്റൈസേഷൻ, ഷെൽട്ടർ, എനർജി, ഫുഡ് സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എന്ത് കിട്ടി അല്ലെങ്കിൽ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റോട് കൂടുതലായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് വരാൻ ഇത് കാരണമാക്കിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ണർഷിപ്പ്, നമ്മുടെ ഗവൺമെൻറ്റും NGOസും അതുപോലെ തന്നെ ബിസിനസ്സും ഒക്കെ തമ്മിലുള്ളൊരു ആ പാർട്ണർഷിപ്പ് എൻകറേജ് ആയി എന്നും പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് അതിൽ കൂടുതലായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ആളുകളിൽ എന്താണ് അങ്ങനത്തെ ഒരു ബോധം ഉണ്ടാവാൻ തുടങ്ങി. അത് തന്നെയാണ് ഈ ഒരു സബ്മിറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് നടന്ന സബ്മിറ്റ് Rio+20 സബ്മിറ്റ് ഇൻ 2012 നടന്നതാണ് റിയോൻ്റെ മൂന്നാമത്തെ എർത്ത് സബ്മിറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇത് നടന്നത് 2012 റിയോ ഡി ജനീറോയിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇതിനറിയപ്പെടുന്നത് എന്താണ്, നമ്മുടെ ലാർജസ്റ്റ് UN ഗാദറിംഗ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഒത്തുകൂടലാണ് ഈ മൂന്നാമത്തെ ഒത്തുകൂടൽ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ തീംസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ഇക്കോണമി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പോവർട്ടി ഇറാഡിക്കേഷൻ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഫ്രെയിം വർക്ക് ഒക്കെ കൂടുതലായിട്ട് വികസിപ്പിച്ചെടുക്കുക. കാരണം അങ്ങനത്തെ ഒരു ചട്ടക്കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ചിട്ട് ബോധേഡാവുന്നത്. അപ്പം അതൊക്കെ നിർമ്മിക്കുക അതിനൊക്കെയായിരുന്നു കൂടുതലായിട്ടും ഈ ഒരു മൂന്നാമത്തെ സബ്മിറ്റിൽ കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേജർ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ ദ ഫ്യൂച്ചർ വി വാണ്ട് എന്ന് പറയുന്ന ഒരു ട്രീറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അജണ്ട 21 പറയുന്ന ലക്ഷ്യങ്ങൾ വീണ്ടും സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാന് ഇതിലുണ്ടായി എന്നുള്ളതാണ് അതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ മെയിൻ ഫോക്കസ് കൊടുത്തിരുന്നത് നമ്മുടെ ക്ലീൻ എനർജി, അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റിക്ക്, വാട്ടർ കൺസർവേഷന്, അതുപോലെ തന്നെ എന്താണ് പറയുക
റെഡ്യൂസ് ഇനീക്വാളിറ്റി, ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അപ്പം സെക്കൻഡും തേർഡും തമ്മിൽ വലിയൊരു വ്യത്യാസമില്ലാത്ത പോലെ തോന്നി. അപ്പം നിങ്ങൾക്ക് അത് എഴുതും ഇത്രയൊക്കെ നമ്മുടെ ടെക്സ്റ്റിലും പറയുന്നുള്ളൂ. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് റിയോ സബ്മിറ്റിനെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം അത്രയൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ ഇതിൽ പറയുന്നുള്ളൂ. ഞാൻ പിന്നീട് പറയുന്ന ഒരു ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ദ ഇന്റർനാഷണൽ കൺവെൻഷൻസ്. ഇങ്ങനത്തെ കൺവെൻഷൻസിൽ ഉണ്ടായിട്ടുള്ള ക്രിട്ടിക്കൽ ഒരു അപ്രൈസൽ ഉണ്ടാവുമല്ലോ, അതാണ് ഇനി ഇതിൽ പറയാൻ പോകുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു സബ്മിറ്റും എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എന്ന് തുടങ്ങിയിട്ടുണ്ട് 1992 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഇപ്പോഴും എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് അവസാനിക്കുന്നില്ല. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കൂടുതൽ കൂടുതൽ സീരിയസ് ആയിട്ട് ഇങ്ങനെ വരിക എന്നല്ലാതെ അതിനൊരു കുറവും വരുത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ക്രിട്ടിക്കലായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പം അതിന് ഒരുപാട് കാരണങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇങ്ങനെയൊക്കെ കൺവെൻഷൻസ് വെച്ചിട്ടും അതെന്തുകൊണ്ട് നെഗറ്റീവായി, അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് ആവാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി ടു നാഷണൽ ഇൻട്രസ്റ്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക മേഖലക്കാണ് ആദ്യമായിട്ട് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവർ എൻവയോൺമെൻറ്റിന് കൊടുക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പം അത് അങ്ങനെ ആകുമ്പോൾ തന്നെ എന്താണ്, അതിന് ഒരു എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ളൊരു പ്രോബ്ലത്തിന് ഉത്തരമായിട്ട് അതൊരിക്കലും വരില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്നത്. അപ്പം റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്ലോബലൈസേഷനിലൂടെ എന്താണ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ഉണ്ടാവാൻ തുടങ്ങിയില്ലേ. അപ്പം ഇൻകം ഇനീക്വാളിറ്റി, രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം എല്ലാം കൈമാറുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒന്നൊരു ഗുണമുണ്ടായാൽ അതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈമാറാൻ പറ്റുന്ന ഒരു അതിരുകളില്ലാത്തൊരു ലോകമാണ് ഈ ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇൻകം ഇനീക്വാളിറ്റി ഉണ്ടാവാം രാജ്യങ്ങൾ തമ്മിൽ, അങ്ങനത്തെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ സ്ലോ ഇൻ്റർനാഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ചെറിയൊരു 4 ആൾക്കാർ കൂടിയിട്ടുള്ളൊരു മീറ്റിംഗ് പോലെയാണോ ഒരു ഇൻ്റർനാഷണൽ ആയിട്ട് ഒരുപാട് രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് അഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നതും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ഭയങ്കര ടൈം എടുക്കുന്ന സ്ലോ ആയിട്ടുള്ളൊരു പരിപാടിയാണ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. സോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നെഗറ്റിവിറ്റി അതിനുണ്ടാവും എന്നുള്ളതാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ് ഓഫ് UNEP പോലെ തന്നെ യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാംസിൻ്റെ ഒക്കെ എന്താണ് ഒരു മേജർ ഓഡിറ്റിങ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ മേജർ ഓഡിറ്റിങ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അതിന് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് ഫ്രാഗ്മെൻറ്റഡ് ഗ്ലോബൽ ഗവേണൻസ്. ഇപ്പോൾ നല്ലൊരു കോർഡിനേറ്റ് ആയിട്ടുള്ള ഗവേണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കൂ. അല്ലെങ്കിൽ എന്താണ് ഓരോരുത്തരും ഓരോ സെപ്പറേറ്റ് ഗോളിന് വേണ്ടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെക്ടേഴ്സിൽ അങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പം ഒരുമിച്ചുള്ള ഒരു തീരുമാനം, ഒരുമിച്ചുള്ള ഒരു പ്രവൃത്തി, അതാണ് ഇതിന് ശരിക്കും ആവശ്യമായിട്ടുള്ളത്. അത് പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എമിഷൻസ് വരുന്നത് ഡെവലപ്ഡ് കൺട്രീസ് എന്നാണ്. പക്ഷേ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതലാണെങ്കിൽ പോലും പക്ഷേ അവരുടെ സമീപനം അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് അവർ ഉത്തരവാദികളാവുന്നില്ല എന്നുള്ളത്. പലപ്പോഴും അത് ആരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ്. തീരെ എമിഷൻസ് വരാത്ത അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ മേലെ അടിച്ചമർത്തിയിട്ടെന്താണ് അവർ പലപ്പോഴും അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഊരി പോരാനാണ് അവർ ശ്രമിക്കുക. അപ്പം ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസാനം പറഞ്ഞു വെക്കുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതോടുകൂടെ ഈ ഒരു യൂണിറ്റും വൈൻഡപ്പ് ആയിട്ടുണ്ട് കേട്ടോ.